എറണാകുളം ചേന്ദമംഗലം കൂട്ടക്കൊലക്ക് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. മുൻപം DYSP S ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഒരു 17-അംഗ സംഘമാണ് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത്. കൃത്യം നടത്തിയ സമയത്ത് ഈ പ്രതി ഋതു ജയൻ ലഹരി ഉപയോഗിച്ചിട്ടില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമികമായ നിഗമനം. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, യഥാർത്ഥത്തിൽ ഇയാളൊരു ക്രിമിനലാണ്, മാനസിക അസ്വാസ്ഥ്യങ്ങളുള്ള ആളാണ്, എന്നാൽ ആ സമയത്ത് ലഹരി കഴിച്ചിരുന്നില്ല എന്നാണോ പറയുന്നത്? പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് കൃത്യം നടത്തുന്ന സമയത്ത് ഋതു ജയൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് കണ്ടെത്തിയത്. വൈദ്യ പരിശോധന അടക്കം നടത്തിയിരുന്നു, അതിലും ലഹരിയുടെ അംശം കണ്ടെത്താനായിട്ടില്ല. പക്ഷേ ഒരു പരിശോധന കൂടി നടത്തുമെന്ന് പോലീസ് അറിയിക്കുന്നുണ്ട്. ഇന്നലെ ഋതു ജയന്റെ വീട്ടിലടക്കം പോലീസ് പരിശോധന നടത്തി, അവിടെയും ലഹരി വസ്തുക്കൾ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ പോലീസ് ഉറപ്പിക്കുന്ന ഒരു കാര്യം, ഇയാൾ ലഹരിക്കടിമയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നേരത്തെ NDPS കേസുകളിലടക്കം അറസ്റ്റിലായിട്ടുള്ള ആളാണ്, അതിലൊരു തർക്കവുമില്ല. മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ രേഖകളൊക്കെ പോലീസ് സമാഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നിലവിൽ ഈ കേസ് അന്വേഷിക്കാൻ മുനമ്പം DYSP S ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. 17 പേരടങ്ങുന്ന സംഘമാണുള്ളത്. അവർ കൃത്യമായി ഈ കേസ് അന്വേഷിക്കും. അല്പസമയത്തിനകം തന്നെ ഫോറൻസിക് വിഭാഗം ഈ കൊലപാതകം നടന്ന വീട്ടിൽ വിശദമായ പരിശോധന നടത്തും. നിലവിൽ ഋതു ജയന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി പറവൂർ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. അതിനു മുൻപായിരിക്കും അവസാനവട്ട ഈ വൈദ്യപരിശോധന നടത്തുക. ഏതെങ്കിലും തരത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു കണ്ടെത്തലുണ്ടാവും. പ്രാഥമികമായി പോലീസ് വിലയിരുത്തുന്നത് അത്തരത്തിലൊരു ഉപയോഗം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.